അപ്പം ഞാൻ അവിടെ ചെന്നു. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ പ്രിവ്യൂ ഏതാണ്ട് കഴിയാറായി. ഒരു ദിവസം തന്നെ 2 പ്രിവ്യൂ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെല്ലുന്ന ടൈമിൽ ഓൾറെഡി പ്രിവ്യൂവിൻ്റെ ഇൻ്റർവൽ ടൈം കഴിയാറായി. അപ്പോൾ ഇവർ കോഫി കുടിക്കാനായിട്ട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ഇതാക്കാത്തതുകൊണ്ട് സൈഡിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവരൊക്കെ എന്നെ നോക്കുന്നു, ഇതാരെന്ന് അറിയത്തില്ലാത്ത രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ഇതേ ആൾ. അപ്പം ഞാൻ ആകെ ഡെസ്പായി. എന്താ ചെയ്യുക, നമുക്കൊരു അറിയാത്തൊരു ലാംഗ്വേജ് ആണ്, എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. അപ്പം ഞാനത് കണ്ടിരുന്നു. ഞാൻ അവരോട് കോഫി കുടിച്ചു. പിന്നെ അവിടെ വന്ന് ആൾക്കാരൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇതേ ആൾക്കാർ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതെന്നെ ഞെട്ടിച്ചു. അതായത് ഈ മായാവി സിനിമയിൽ സലീം കുമാർ പറയുന്നതല്ലേ, എനിക്ക് വട്ടായതാണോ ഇറങ്ങി വരുമ്പോൾ അതായത് നമ്മളൊരു ക്യാരക്ടറിൽ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് അതെ 1 മണിക്കൂർ കൊണ്ട് അറിയാം. അപ്പൊ ശരിക്കും ഞാൻ സിനിമ കണ്ടിട്ടില്ല അപ്പോഴും. അപ്പൊ പുള്ളി അവരെന്റെ അടുത്ത് ഒന്ന് സമയത്ത് കണ്ടിട്ടുള്ളൂ. ഞാൻ ഡബ് ഞാൻ ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് കണ്ടിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ലല്ലോ. ഓക്കെ എനിക്ക് അറിയില്ല എന്താണ് സംഭവം. അപ്പൊ ഇവിടെ വരുമ്പോൾ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലാണല്ലോ അഭിപ്രായം വരുന്നത്. അപ്പൊ ഇവര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നൻപൻ ക്യാരക്ടറാണല്ലോ ഇതാണെന്ന്. അപ്പൊ ഞാൻ അവരോട് പറയണം, ആക്ച്വലി ഞാൻ പടം കണ്ടിട്ടില്ല. അപ്പൊ ഡയറക്ടർ വന്ന് എൻ്ററായിട്ട് പറഞ്ഞു, വന്നതേ ഉള്ളൂ, ഇതാണ് മലയാളത്തിലുള്ള ആർട്ടിസ്റ്റാണ്, നമ്മൾ തമിഴിലേക്ക് നമ്മൾ ആകെപ്പാടുള്ള മലയാളി ആർട്ടിസ്റ്റ് ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു സീനാണ്. അത് ഭയങ്കര ഒരു നമ്മളെ ഒരു അഭിനയിച്ച ഒരു ക്യാരക്ടറിൽ ഒരാൾ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ ഇതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്. അത് നമ്മൾ ലൈഫിലൊരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പം തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ഇതേ സെയിം മ്യൂസിക് വെച്ചു, എടാ ഇതിങ്ങനെ മച്ചി പടം എപ്പടി ഇരിക്കുന്നു ചോദിച്ചു. ഞാൻ നല്ല ഇருக்கு എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, നീ എക്സൈറ്റഡ് ആവുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. പിന്നെ പ്രൊമോഷൻസ് വന്നു, തിയേറ്റർ റെസ്പോൺസ് വന്നു. ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോഴും നമ്മള് അറിയില്ല, നമുക്കിപ്പോൾ മലയാളികളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കണ്ട് ഇന്ന ക്യാരക്ടർ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇഷ്ടം കൊണ്ട് കൈയടിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് എനിക്ക് ലിറ്ററലി ആരെയും അറിയില്ല. അവര് തരുന്ന ഒരു ഭയങ്കരമായ ഒരു വാം വെൽക്കം എന്ന് പറയുന്നത്, അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു നടൻ എന്ന രീതിയിൽ അയാൾ ചെയ്ത കഥാപാത്രം പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു, അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണല്ലോ, അതാണ് അവർ തരുന്നൊരു സന്തോഷം. പിന്നെ അവർ ഭയങ്കര എക്സ്പ്രസീവായിട്ട് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ചെയ്ത ക്യാരക്ടറിന്റെ ബേസിൽ അവർ വന്നിട്ട്